ഈ കൊറോണ ഭീതിക്കിടയിലും ജോലി തേടിയെത്തി കുടുങ്ങിയ മലയാളികൾ ബഹ്റൈനിൽ ദുരിതത്തിലായിരിക്കുകയാണ്. കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം സ്വദേശികളായ 24 പേരാണ് ജോലിയില്ലാതെ ഹിദ്ദിയിലെ കെട്ടിടത്തിൽ കഴിയുന്നത്. നാട്ടുകാരായ ഏജന്റുമാരുടെ വാക്ക് വിശ്വസിച്ച് ബഹ്റൈനിലെത്തിയവരാണ് ജോലിയും വരുമാനവുമില്ലാതെ കുടുങ്ങിക്കിടക്കുന്നത്. ബഹ്റൈനിൽ വെൽഡർ, ഫാബ്രിക്കേറ്റർ തുടങ്ങിയ ജോലികളിലേക്ക് ആളുകളെ ആവശ്യമുണ്ടെന്ന നാട്ടിലെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് കണ്ടാണ് ഈ ചെറുപ്പക്കാർ ഏജന്റുമാരെ ബന്ധപ്പെട്ടത് പോലും. ഇത്തരത്തിൽ 1 മണിക്കൂർ ജോലി ചെയ്താൽ 1 ദിനാർ കിട്ടുമെന്നായിരുന്നു വാഗ്ദാനം. ഇത് വിശ്വസിച്ച 40ഓളം പേരിൽ നിന്ന് വിസയ്ക്ക് വേണ്ടി 75,000 രൂപ വീതം സംഘം വാങ്ങുകയും ചെയ്തു. ഇങ്ങനെ ബഹ്റൈനിൽ വിവിധ കമ്പനികളുടെ ജോലികൾ കരാർ ഏർപ്പെടുത്തിയിട്ടുള്ള കമ്പനിയിലേക്ക് എടുത്തു പറഞ്ഞാണ് ഇവർക്ക് വിസ കൊടുത്തത് പോലും. അതേസമയം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് വിവിധ ജില്ലക്കാരായ ഇവർ ബഹ്റൈനിൽ എത്തിയത്. പലരെയും പല കമ്പനികളിലായി ജോലിക്ക് പുറത്തുവിട്ടു. 10ഉം 15ഉം ദിവസമൊക്കെയായിരുന്നു ഒരു സ്ഥലത്ത് ജോലി. അങ്ങനെ 4 മാസവും 5 മാസവും ഒക്കെ പലരും ജോലി ചെയ്തു. ചിലർക്ക് 1 മാസത്തെ ശമ്പളമാണ് ഇതുവരെ ലഭിച്ചത്. അതും ലഭിക്കാത്തവരും ഉണ്ട്. ശമ്പളം ലഭിക്കാതായതോടെ 15ഓളം പേർ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ബാക്കിയുള്ളവർ ഇനി ശമ്പളം ലഭിക്കാതെ ജോലിക്ക് പോകില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ്. ഇപ്പോൾ 2 മാസത്തോളമായി ആർക്കും ജോലിയില്ലെന്ന സംഘത്തിലുള്ള കൊല്ലം ചവറ സ്വദേശിയായ ജസ്റ്റിൻ യേശുദാസ് വ്യക്തമാക്കുകയുണ്ടായി. തൊഴിൽ സാമൂഹികക്ഷേമ മന്ത്രാലയത്തിന് ഇവർ പരാതിയും നൽകിയിട്ടുണ്ട്. ജോലിക്ക് പോകുന്ന സമയത്ത് കമ്പനി മുഖേന റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കിട്ടുമായിരുന്നു. അതും നിലച്ചു. സാമൂഹിക പ്രവർത്തകർ നൽകുന്ന ഭക്ഷണമാണ് ഇപ്പോൾ ഇവരുടെ ഏക ആശ്രയം. കരാർ ജോലി ചെയ്യുന്നതിന്റെ പണം ലഭിച്ചിട്ടില്ലെന്നും അത് കിട്ടിയാലേ ശമ്പളം നൽകാനാവൂ എന്നുമാണ് കമ്പനി പറയുന്നത്. ഇവരെ ജോലിക്ക് കൊണ്ടുവന്നവരെ ബന്ധപ്പെടാനും കഴിയുന്നില്ല. അവരുടെ നമ്പർ സ്വിച്ച് ഓഫ് എന്നാണ് വിളിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. നാട്ടിൽ ഏറെ പ്രാരാബ്ധങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങളാണ് ഇവർക്കുള്ളത്. പ്രതീക്ഷകളോടെ ബഹ്റൈനിലേക്ക് വന്ന ഇവരുടെ മുന്നിൽ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.